ഫ്രണ്ട്സ്, വെൽക്കം ടു മൈൻഡ്ഫുൾ കുക്കിംഗ് അറ്റ് ഗീതാസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണ് വിചാരിക്കുന്നു. ഇപ്പം നമ്മളൊരു വല്ലാത്തൊരു കാലത്ത് കൂടിയാണ് കടന്നു പോണത്. ഇത് ചരിത്രത്തിൽ തന്നെ എഴുതപ്പെടാൻ പോണ ഒരു കാലമാണ്, ഒരു കൊറോണ കാലം. അത് തുടങ്ങുമ്പോൾ വിചാരിച്ചു ഇപ്പം അവസാനിക്കും, ഒരാഴ്ച കൊണ്ട് അവസാനിക്കും, 2 ആഴ്ച കൊണ്ട് അവസാനിക്കും, ഇങ്ങനെ പോയിട്ട് ഇപ്പം എന്നാണ് ഇത് അവസാനിക്കാൻ പോണതെന്ന് കൂടി അറിയില്ല. അപ്പം സങ്കടപ്പെട്ടിരുന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. സന്തോഷമായിട്ടിരിക്കുക, ചുറ്റുമുള്ള കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്യുക. ഇപ്പം നമ്മളെ വീട്ടിലൊരു നായ്ക്കുട്ടിയുണ്ട്, അപ്പം അതിനെ കുറേ എൻജോയ് ചെയ്യും. പിന്നെ ജോലിക്ക് പോവും, നടക്കാൻ പോവും, പിന്നെ പൂക്കളോ ഗാർഡനിലൊക്കെ എന്തെങ്കിലും ചെയ്യും. അങ്ങനെ എല്ലാവരെയായിട്ട് വീട്ടിലുള്ള എല്ലാവരെയായിട്ട് ഇൻട്രാക്ട് ചെയ്ത് അങ്ങനെ സമയം തോന്നും. അല്ലാതെ ഇപ്പം സങ്കടപ്പെട്ടിരുന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. അപ്പോൾ സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സൂക്ഷിക്കുക, എല്ലാവരും മാസ്കും പിന്നെ ഹാൻഡ് സാനിറ്റൈസറും ഒക്കെ ഉപയോഗിച്ച് സുഖമായിട്ട് ഇരിക്കുക. പിന്നെ നമുക്ക് പറ്റുന്ന കാര്യങ്ങളൊക്കെ സെലിബ്രേറ്റ് ചെയ്യുക, നന്നായിട്ട് ഡ്രസ്സ് ചെയ്യുക, ഫോട്ടോ എടുക്കുക, അവനവൻ്റെ മനസ്സിന് സന്തോഷം തോന്നുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുക. അത്രേ ഇപ്പം നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഇന്ന് നമ്മൾ ഒരു എരിശ്ശേരിയാണ് ഉണ്ടാക്കാൻ പോണത്. എരിശ്ശേരി പറഞ്ഞാൽ നമ്മൾ മത്തനും പയറും കൊണ്ടാണ് എരിശ്ശേരി ഉണ്ടാക്കുന്നത്. മത്തനും പയറും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതുകൊണ്ട് എന്തു വേണമെങ്കിൽ ചെയ്യാം. മത്തനും പയറും കൊണ്ട് മുളകുശ്യം വെച്ചാലും അസലാണ്. വെറുതെ നാളികേരമൊന്നും അരയ്ക്കാതെ മുളകുശ്യമാരി ചെയ്താലും നല്ലതാണ്. അപ്പോൾ ആദ്യം തന്നെ മൺപയറാണ് ഞാൻ എടുത്തത്. മൺപയർ നനച്ച് വയ്ക്കുകയൊന്നും ചെയ്തിട്ടില്ല. കുക്കറിൽ വെച്ചിട്ട് ഒരു 4-5 വിസിലടിച്ച് ഓഫ് ചെയ്തു. വല്ലാതെ ഇങ്ങോട്ട് വെന്തൊടയേണ്ട ബീൻസ്. പയറ് വല്ലാതെ വെന്തൊടഞ്ഞാൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ മത്തനാണ്. മത്തൻ എളുപ്പത്തിൽ വേവുമല്ലോ. അപ്പോൾ കൽച്ചട്ടിയിൽ കുറച്ച് മഞ്ഞൾപ്പൊടി വെള്ളം ഒഴിച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് ഓൺ ചെയ്തിട്ട് അതിലേക്ക് ഈ മത്തൻ്റെ കഷ്ണങ്ങൾ ഇട്ടു. 1-2 മിനിറ്റ് അടച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് ഈ വേവിച്ച് വെച്ച് ബീൻസ് ചേർക്കാം. അപ്പോൾ ബീൻസും ചേർത്ത് കഴിഞ്ഞ് നന്നായിട്ട് ഇളക്കി കഴിഞ്ഞിട്ട് ഒന്ന് ആ മത്തനും പയറും കൂടി ഒന്ന് തിളച്ചോട്ടെ. മത്തനും പയറും കൂടി തിളച്ചിട്ട് ഒന്നൊരു യോജിപ്പ് വരണം. യോജിപ്പ് വന്ന് അതിൽ പിന്നെ എരിവിന് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി നമ്മൾ ഓൾറെഡി ചേർത്ത് കഴിഞ്ഞു. പിന്നെ എരിവിന് വേണ്ടിയിട്ട് കുറച്ച് മുളക് പൊടി ചേർക്കാം. ഒരു 1/2 ടീസ്പൂൺ. നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കാം. ഞാനൊരു 1/2 ടീസ്പൂണാണ് ചേർത്തത്. പിന്നെ മുളക് പൊടി ചേർത്ത് നന്നായി ഇളക്കി ഒന്ന് നന്നായിട്ട് തിളയ്ക്കാൻ വയ്ക്കുക. ഞാൻ അടച്ചു വെച്ചില്ല, കാരണം എനിക്ക് വെള്ളം വറ്റണം എന്നുണ്ടായിരുന്നു. ഇത് ഞാൻ സൈഡിൽ വിളമ്പാൻ വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത്. ഒരു പിറന്നാൾ സദ്യക്ക് ഉണ്ടാക്കുകയാണ്. അപ്പം സൈഡിൽ വിളമ്പാൻ വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത്. പൊഴിച്ചു കൂട്ടാനാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടിയും വെള്ളം ചേർക്കാം. പിന്നെ ഉപ്പ് ചേർക്കുക. ഒരു 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്തു. ഇപ്പം നിങ്ങൾക്ക് കാണാം വെള്ളമൊക്കെ ഒരുവിധം വറ്റി. അപ്പോൾ സൈഡിൽ വിളമ്പാനായതുകൊണ്ട് നല്ല പാകമാണ്. പിന്നെ ഒരു 1/4 കപ്പ് നാളികേരം, ജീരകവും ഒരു 1/2 ടീസ്പൂൺ ജീരകവും ഒരു പച്ചമുളകും കൂടി നന്നായിട്ട് അരയ്ക്കണം. നല്ല വെണ്ണ മാതിരി അരച്ചിട്ട് അത് ഈ എരിശ്ശേരിയിൽ ചേർക്കുക. ഈ പയറും മത്തനും കൂടി വെന്തിട്ടുള്ളത്. അപ്പം നമ്മളതിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്, മുളക് പൊടി ചേർത്തിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ ഈ നാളികേരവും ജീരകവും പച്ചമുളകും കൂടിയിട്ട് അരച്ച് ചേർത്തതും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് കാണാം നല്ല എലിശ്ശേരിയൊക്കെ നല്ല കട്ടിയായിട്ട് വന്നു. ഒന്നും കൂടി തണുത്താൽ നല്ലോണം കട്ടിയായിട്ട് വരും ഇതിൽ. ഇനി നമുക്കിതിന് വറവിടാൻ വെളിച്ചെണ്ണയിൽ തന്നെയാണ് നല്ലത്. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞിട്ട് കടുക് പൊട്ടിക്കഴിഞ്ഞാൽ അതിൽ നമുക്ക് വറ്റൽമുളക് ഇടാം. വറ്റൽമുളക് ഇടുന്നതിൻ്റെ മുന്നേ ഞാൻ സ്റ്റൗ ഓഫ് ചെയ്യും എപ്പോഴും, അല്ലെങ്കിൽ ആ മുളകിൻ്റെ കളറൊക്കെ അങ്ങോട്ട് പോകും.
എന്നിട്ട് വറ്റൽമുളകും ഇട്ടു, കറിവേപ്പില ഇട്ടു. എന്നിട്ട് രണ്ടാമത് സ്റ്റൗ ഓൺ ചെയ്തിട്ട് ഞാൻ കുറച്ച് നാളികേരം വറുത്ത് ചേർക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നാളികേരം ഇങ്ങനെ റോസ്റ്റ് ചെയ്തിട്ട് എരിശ്ശേരിയിൽ ഇട്ട് കഴിഞ്ഞാൽ. അപ്പോൾ പറയും സാധാരണ എരിശ്ശേരിയിൽ അത് ചെയ്യില്ല, ഇത് വറുത്ത എരിശ്ശേരി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം വെറുതെ നാളികേരം വറവിടാം. അപ്പം നിങ്ങൾക്ക് ഈ മത്തനും പയറും കൂടി ആകുമ്പോഴേ വെറുതെ നാളികേരം അരച്ച് ചേർക്കാതെ വെറുതെ നാളികേരം വറുത്തിട്ടാലും നന്നായിരിക്കും. അധികം എന്താ വെച്ചാൽ ഈ മത്തന് നല്ല കൊഴുപ്പുള്ളതുകൊണ്ട് അത് നന്നായിട്ട് യോജിച്ച് കിട്ടും. അപ്പം അങ്ങനെയും വേണമെങ്കിൽ ചെയ്യാം. നാളികേരം അരയ്ക്കാതെ വെറുതെ നാളികേരം വറവിട്ട് ചേർത്താലും നന്നായിരിക്കും. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ പച്ചമുളകും ജീരകവും കൂടി ഒന്ന് ചതച്ചിട്ടാൽ മതി. അപ്പോൾ അന്ന് സദ്യയുടെ കൂടെ ആയതുകൊണ്ട് ഞാനിത് കട്ടിയിലാണ് ഉണ്ടാക്കിയത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചുണ്ടാക്കി ഇതൊരു ഒഴിച്ചുകറിയായിട്ട് ഉപയോഗിക്കാം. പുളിയിഞ്ചിയും ഒക്കെ ഉണ്ടെങ്കിൽ ഈ ചോറും പുളിയിഞ്ചിയും ഈ ഒഴിച്ചുകറി ഉണ്ടെങ്കിൽ നല്ല കോമ്പിനേഷനാണ്. പിന്നെ നെയ്യും ചോറും പപ്പടവും ഈ കറി ഉണ്ടെങ്കിൽ അത് ഉഗ്രൻ ടേസ്റ്റാണ്. ഇതിൻ്റെ മേലെ വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് നെയ്യും ചേർക്കാം, നല്ല സ്വാദുണ്ടാവും. പിന്നെ നമുക്ക് മോര് കൂട്ടാൻ്റെ കൂടെ നല്ലതാണ്. പിന്നെ തൈര് ചോറിൻ്റെ കൂടെ ഇത് ഒഴിച്ച് കറിയായിട്ട് ഉപയോഗിക്കാനും നല്ലതാണ്. അപ്പോൾ ഈ കറി ശരിക്കും നല്ല പ്രോട്ടീൻ റിച്ചാണ്, വീഗനാണ്. നമ്മൾ വേറെ നെയ്യും ഇതൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല, വേറെ മിൽക്ക് പ്രോഡക്ട്സ് ഒന്നും ചേർത്തിട്ടില്ല. അപ്പോൾ ഇത് വീഗനുമാണ്. അപ്പോൾ അത് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയൂ. അപ്പോൾ ചിലവരൊക്കെ ഓൾറെഡി ഉണ്ടാക്കുന്നുണ്ടാവും, ചിലപ്പോൾ ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയൂ. താങ്ക് യു ഫോർ വാച്ചിങ്.